കൊച്ചി മെട്രോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നഗരത്തിലേക്ക് കടന്നപ്പോൾ നിരവധി ആശയക്കുഴപ്പങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. പദ്ധതിയുടെ മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച് നിർവഹണ ഏജൻസികൾ തമ്മിൽ പോലും വേണ്ടത്ര ചർച്ചകൾ ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് കൊച്ചി മേയർ ടോണി ചെമ്മണി സംയുക്ത യോഗം വിളിച്ചത്. മെട്രോയുടെ ഭാഗമായി വൈറ്റില-പേട്ട റോഡിന്റെയും തമ്മനം പുല്ലേപ്പടി റോഡിന്റെയും വികസനം വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും സൗത്ത് മേൽപ്പാലത്തിന്റെ കാര്യത്തിൽ അടിയന്തര തീരുമാനം വേണമെന്നും KMRL ആവശ്യപ്പെട്ടു. ഇപ്പോഴും ഒരു ഫൈനൽ പ്ലാൻ ഇതുവരെ ആയിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ 3 മീറ്റർ വയലന്റ് ചെയ്യണമെങ്കിൽ അതിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് 100 കോടി രൂപയാണ്. ഈ 100 കോടി രൂപ സ്റ്റേറ്റ് ഗവൺമെന്റ് തരേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് കൊച്ചി മെട്രോ കനോട്ട് ബെയർ ദിസ് എക്സ്പെൻസ്. ഞങ്ങളുടെ ഫിനാൻഷ്യൽ ക്ലോഷർ ആയി കഴിഞ്ഞു. റോഡുകളുടെ വികസനത്തിനാവശ്യമായ സ്ഥലമെടുപ്പ് നടപടികൾ പുരോഗമിക്കുകയാണെന്ന് റവന്യൂ വകുപ്പ് അധികൃതർ അറിയിച്ചു. അടിയന്തരമായി മെട്രോ പദ്ധതിയുടെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കണമെന്ന് മേയർ പറഞ്ഞു. നിർമ്മാണ പദ്ധതിയുടെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ളതും നിശ്ചയിച്ചിട്ടുള്ളതും പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഒരു പൊതുവികാരം. അത് ഗവൺമെന്റിനെ അറിയിക്കുന്നതാണ്. ആ കാര്യത്തിൽ ശക്തമായ നിലപാട് നഗരസഭയ്ക്കുണ്ട്. ഇന്നിവിടെ കൂടി സ്റ്റേക്ക് ഹോൾഡേഴ്സിനുമുണ്ട്. കൊച്ചി മെട്രോയുടെ നിർമ്മാണം വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഈ മാസം യോഗം ചേരുന്നുണ്ട്. മീഡിയ 1 കൊച്ചി.